ഇപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും ഇങ്ങനെ സുഖമായിട്ടിരിക്കുന്നുണ്ടല്ലേ? അപ്പം തുടരും എന്ന ചിത്രം നമ്മളെല്ലാവരും ഞെട്ടിച്ച ഒരു വിജയമാണ് തുടരും നേടിയത്. കാരണം ആദ്യത്തെ മലയാളത്തിലെ 100 കോടി ചിത്രമായിരുന്നു അത്, അല്ലേ? അതിനുശേഷം 118 119 കോടിയോളം നേടി. അതിനുശേഷം ലോക അത് തകർക്കുന്നതൊക്കെ നമ്മൾ കണ്ടു. എന്നാലും തുടരും എന്ന ചിത്രം നമ്മൾ പ്രതീക്ഷിച്ചത് ഇല്ല ഈ 100 കോടിയൊക്കെ അടിക്കുമെന്ന്. എനിക്ക് തോന്നുന്നു ഇനി തുടർച്ചയായിട്ട് 150 കോടിയൊക്കെ മലയാളത്തിൽ നിന്ന് മാത്രം, ചിലപ്പോൾ 500 കോടിയൊക്കെ തകർക്കാനുള്ള സാധ്യത മലയാള സിനിമയ്ക്ക് തുറന്നിട്ട ഒരു വാതിലായിരുന്നു തുടരും എന്ന ചിത്രം. പ്രതീക്ഷിക്കാത്ത ഒരു തുടരും, അല്ലേ? വീണ്ടും തുടരും എത്തുന്നു എന്ന് കേൾക്കുമ്പോൾ ഞെട്ടിയോ? അതാണ് നമ്മുടെ രജപുത്ര രഞ്ജിത്ത് ആയിരുന്നു ഈ ചിത്രം നിർമ്മിച്ചത്. തരുൺമൂർത്തി എന്ന് പറയുന്ന സംവിധായകനെ കൊണ്ടുവന്നു. ഏകദേശം 7 കൊല്ലത്തിന് ശേഷമാണ് ഈ പടം ഇറങ്ങുന്നത്. പല സംവിധായകരെ പറ്റി ആലോചിച്ചു. അതിനുശേഷമാണ് ഓപ്പറേഷൻ ജാവയും ഒക്കെ കണ്ടതിന് ശേഷമാണ് അവർ തരുൺമൂർത്തിയിലേക്ക് എത്തുന്നത്. ലാലേട്ടൻ പലതവണ അത് കേട്ടു എന്നൊക്കെയാണ് പറഞ്ഞത്. അതിനുശേഷം തുടരും എന്ന ചിത്രം ഒരു കൊച്ചു ചിത്രം എന്നുള്ള ലേവലിലൊക്കെയായിരുന്നു തുടരും വന്നത്. പക്ഷെ തുടരും നമ്മളെ മനസ്സ് കീഴടക്കി. അതിൻ്റെ വിജയാഘോഷ വേളയിൽ തരുൺമൂർത്തി മുൻനിർത്തി, ലാലേട്ടനെയൊക്കെ മുൻനിർത്തി, ആ സദസ്സിനെ മുൻനിർത്തി നമ്മുടെ രജപുത്ര രഞ്ജിത്ത് ഒരു കാര്യം പറഞ്ഞു. അത് മലയാളം സിനിമയുടെ വീണ്ടും ഒരു തിരക്കുറിയാകാൻ പോകുന്ന ഒരു കാര്യമാണ്. തരുൺമൂർത്തി മോഹൻലാലിനെ വെച്ച് വീണ്ടും പടം സംവിധാനം ചെയ്യാൻ പോകുന്നു. അതിൻ്റെ നിർമ്മാണം രജപുത്ര രഞ്ജിത്ത് തന്നെ. വളരെയധികം സന്തോഷം, അല്ലേ? വീണ്ടും തുടരും എത്തുന്നു എന്നറിയുന്നത്. മലയാള സിനിമയുടെ ഒരു സുവർണ്ണ കാലഘട്ടമായിരുന്നു ഈ 2025. ലാലേട്ടൻ, പ്രത്യേകിച്ച് ലാലേട്ടനെ സംബന്ധിച്ചിട്ട് ലാലേട്ടൻ 200 250 കോടി കാണിച്ചു. അതുപോലെ ലോകം 300 കോടി നമുക്ക് തന്നു. ഒത്തിരി സിനിമകൾ വിജയിച്ച കാലം തന്നെയാണ്. എന്നാലും ലാലേട്ടന് മുമ്പിൽ ലാലേട്ടൻ മാത്രമല്ലേ? 1 മുതൽ 10 വരെ എടുത്താലും മോഹൻലാൽ എന്ന് പറയുന്ന നടന് നിൽക്കുന്ന അവസ്ഥയാണ്. അപ്പം ലാലേട്ടനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ഇറങ്ങുന്ന ചിത്രങ്ങളെല്ലാം നമ്മൾ വളരെ ആകാംക്ഷയോടാണ് കാത്തിരിക്കുന്നത്. ദൃശ്യം 3 ഇറങ്ങാൻ പോകുന്നു. അതിൻ്റെ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു. മമ്മൂട്ടിയും മോഹൻലാലുമായിട്ട് ഒന്നിച്ച് അഭിനയിക്കുന്ന ചിത്രത്തിൻ്റെ ഷൂട്ടിങ്. അതിനിടയിൽ നമ്മുടെ ദിലീപിൻ്റെ ബബ്ബ എന്ന ചിത്രത്തിലെ ലാലേട്ടൻ്റെ റോള്, ഇതെല്ലാം ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് നമ്മുടെ തരുൺമൂർത്തി സംവിധാനം ചെയ്ത ചിത്രത്തിലും ലാലേട്ടൻ അഭിനയിക്കുന്നു എന്ന് ആ വിജയാഘോഷ ചടങ്ങിൽ പറയുന്നത്. എല്ലാവരും പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണല്ലേ? എനിക്ക് തോന്നുന്നു തരുൺമൂർത്തി രജപുത്ര ടീം തുടരും എന്ന ചിത്രം ഇറക്കി കഴിഞ്ഞപ്പം നമുക്ക് ഈ പ്രതീക്ഷയൊന്നും വലുതായിട്ടില്ലായിരുന്നു. കാരണം ഒരു കൊച്ചി ചിത്രം എന്നുള്ള ലെവലിൽ വിജയിക്കുമെന്ന് എനിക്ക് 100% ഉറപ്പായിരുന്നു. തരുൺമൂർത്തിയുടെ മുൻകാല ചിത്രങ്ങളും ഒക്കെ കണ്ടു. പിന്നെ നമ്മുടെ രജപുത്ര രഞ്ജിത്താണ്. അതുപോലെ ലാലേട്ടൻ്റെ ചെറിയൊരു കഥാപാത്രം, ഒരു ഡ്രൈവർ ഷൺമുഖനായിട്ട്, അത് വിജയിക്കും. പക്ഷേ ഇത്രമേൽ വിജയിക്കും എന്ന് നമ്മൾ പ്രതീക്ഷിച്ചില്ല. പക്ഷേ ഇനി പുതിയ ചിത്രം ഇറങ്ങുമ്പോൾ നമ്മുടെ പ്രതീക്ഷകൾ വാനോട് ഉയരും. അതിനനുസരിച്ച് ഇവരുടെ സിനിമ ഉയർന്നാൽ മതിയായിരുന്നു, അല്ലേ? അതിനുവേണ്ടിയാണ് നമ്മൾ കാത്തിരിക്കുന്നത്. എല്ലാ ലാലേട്ട സിനിമകളും ആഘോഷമാക്കുന്ന നമുക്ക് വീണ്ടും ആഘോഷമാക്കാൻ ഒരു ചിത്രം കിട്ടുന്നു. തുടരും ടീം വീണ്ടും ഒന്നിക്കുന്നു. ഏതായാലും തരുൺമൂർത്തി സംവിധാനം ചെയ്ത 2 ചിത്രങ്ങൾ അദ്ദേഹം സംവിധാനം ചെയ്യാനുണ്ട്. അതിന് ശേഷമായിരിക്കും തുടരും എന്ന ചിത്രം സംവിധാനം ചെയ്യാൻ പോകുന്നത്. ഏകദേശം 2026 നടക്കുമോ, 2027 ഒക്കെ ആകാൻ സാധ്യത എന്ന് തോന്നുന്നു. ചിലപ്പോൾ 2026 ലാസ്റ്റൊക്കെ തുടരും ചിത്രം വീണ്ടും തുടരുവാണോ നമുക്കറിയില്ല. ഇതിൻ്റെ പേര് പോലും ഇട്ടിട്ടില്ല. അപ്പം ഇത് അനൗൺസ് ചെയ്തപ്പം മുതൽ നമ്മൾ പ്രതീക്ഷയോടെ കാത്തിരിക്കണമെങ്കിൽ ആ ടീമിനോടുള്ള നമുക്കൊരു വിശ്വാസം, തരുൺമൂർത്തി രജപുത്ര മോഹൻലാൽ ടീമിനോടുള്ളൊരു വിശ്വാസം രചിക്കട്ടെ, അല്ലേ? അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും ഞാൻ എത്താം. ഓക്കെ, ബൈ.